നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. പിണറായി സഞ്ചരിക്കുന്നത് തീവ്ര വലതുപക്ഷ പാതയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന മോദിയുടെ പാതയിലാണ് കേരളത്തിലെ ഇടതുപക്ഷം സഞ്ചരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM ന്യൂനപക്ഷ പ്രീണനം നടത്തിയെന്നും വി ഡി സതീശൻ. LDF-ൽ നിന്നും 2 പേർ UDF-ൽ. ചാനൽ ചർച്ചകളുടെ ഭാഗമായിരുന്ന CPIM-ലെ VN ഹസ്കർ, CPI നേതാവ് മുസ്തഫ എന്നിവരാണ് RSP-യിൽ ചേർന്നത്. സംസ്ഥാന ബജറ്റിൽ കുണ്ടറ കണ്ണനല്ലൂരിൽ വ്യാപാര സമുച്ചയത്തിന് 1 കോടി. നെടുമ്പായിക്കുളം റെയിൽവേ ഗേറ്റ്, മുക്കട റെയിൽവേ ഗേറ്റ് സമാന്തര റോഡ് നിർമ്മാണത്തിനും 1 കോടി. ഇളമ്പള്ളൂർ, കൊറ്റങ്കര എന്നിവിടങ്ങളിൽ കളിസ്ഥലങ്ങൾ സ്ഥാപിക്കും. ഓച്ചിറയിലെ ഉദ്യാന നഗരം പദ്ധതി. ടൗണിൽ പാതയോരത്ത് സ്ഥാപിച്ച ചെടികൾ മോഷ്ടിക്കുന്നതായി പരാതി. CCTV ദൃശ്യങ്ങൾ പുറത്ത്. സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. വിശദമായ വാർത്തകളിലേക്ക്. പിണറായി സഞ്ചരിക്കുന്നത് തീവ്ര വലതുപക്ഷ പാതയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ചവറയിൽ ബേബി ജോൺ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന മോദിയുടെ പാതയിലാണ് കേരളത്തിലെ ഇടതുപക്ഷം സഞ്ചരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPM ന്യൂനപക്ഷ പ്രീണനം നടത്തിയെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. നരേന്ദ്രമോദിയുടെ തീവ്ര വലതുപക്ഷ പാതയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഞ്ചരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ബേബി ജോൺ ദിനാചരണത്തിന്റെ ഭാഗമായി ചവറ ഇടപ്പള്ളിക്കോട്ടയിൽ RSP സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വർഗീയ പ്രചാരണങ്ങൾ നടത്തുകയും ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന മോദിയുടെ പാതയിൽ തന്നെയാണ് കേരളത്തിലെ CPM നേതൃത്വത്തിന്റെയും സഞ്ചാരം. വേറെ ചിലരെ കൊണ്ട് വർഗീയത പറയിപ്പിച്ചിരുന്ന പിണറായിയും CPM-ഉം നേരിട്ട് ഇപ്പോൾ വർഗീയത പറയുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ CPM നടത്തിയത് ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. ഫലം കണ്ടില്ല. ഇപ്പോൾ ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കുകയാണ്. അതും ഫലവത്താകാൻ പോകുന്നില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞു. ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും നമ്മുടെ UDF അതിനെ ചോദ്യം ചെയ്യും. ഭയന്നു മാറില്ല. കേരളത്തിലെ ജനങ്ങളെ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, കേരളത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ഒരു ശക്തിയെയും നമ്മൾ അനുവദിക്കില്ല. ഒരു ശക്തിയെ അനുവദിക്കില്ല. നമ്മൾ അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി വർഗീയ ശക്തികളുമായി കോംപ്രമൈസ് ചെയ്യില്ല. തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിനേക്കാൾ നമുക്ക് പ്രധാനം ഈ കേരളത്തിന്റെ മണ്ണിൽ വർഗീയതയെ കുഴിച്ചു മൂടുക എന്നത് തന്നെയാണ്. ഒരു വിട്ടുവീഴ്ചയില്ല. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം പിണറായി വിജയനും വി ഡി സതീശനും ഒക്കെ കുറച്ചുനാൾ കൂടി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഓർമ്മയായി മാറും. അപ്പോഴും ഈ കേരളം ഉണ്ടാകും. നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഉണ്ടാകും. നമ്മുടെ മക്കളും കൊച്ചുമക്കളും താമസിക്കുന്ന ഈ കേരളത്തിൽ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരു കേരളം ഉണ്ടാകാൻ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം, UDF ഉള്ള കാലത്തോളം നമ്മൾ സമ്മതിക്കില്ല. അതാണ് നമ്മുടെ നിലപാട്. മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ലീഗ് എന്ന നിലയിൽ തർക്കമുണ്ടായിരുന്ന ഘട്ടത്തിൽ മധ്യസ്ഥനായി ഇടപെട്ട നേതാവായിരുന്നു ബേബി ജോൺ എന്ന് PK കുഞ്ഞാലിക്കുട്ടി അനുസ്മരണ പ്രഭാഷണത്തിൽ പറഞ്ഞു. ശ്രീ ബേബി ജോൺ ആരായിരുന്നു എന്നുള്ളത് കേരളത്തിനും ഒരുപക്ഷെ ഇന്ത്യക്കും പറഞ്ഞു കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. അത്രമാത്രം ജീവിതം കൊണ്ട് നാടിന് സംഭാവന ചെയ്ത ആൾ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. മലബാറിൽ വന്നാൽ ശിവു പറഞ്ഞത് ശരിയാണ്, അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ബേബി ഹാജി എന്നുള്ള നിലയിൽ തന്നെയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ആ കാലത്ത് ഒരു പിളർപ്പുണ്ടായി. അഖിലേന്ത്യാ ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നമുണ്ടായി. ഞാൻ പഠിക്കുന്ന കാലം. ആ സമയത്ത് പാർട്ടിയുടെ ആ പ്രശ്നം മധ്യസ്ഥത വഹിച്ചത്, ആ വിശ്വാസ്യത ശ്രീ ബേബി ജോൺ അത്രമാത്രം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ മധ്യസ്ഥത വഹിച്ചത് അന്ന് ശ്രീ ബേബി ജോൺ ആയിരുന്നു എന്നുള്ളത്. മുതിർന്ന RSP നേതാവ് AA അസീസ് അധ്യക്ഷത വഹിച്ചു. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ, KS വേണുഗോപാൽ, TC വിജയൻ, ഉല്ലാസ് കോവൂർ, CP സുധീഷ് കുമാർ, വിഷ്ണു മോഹൻ, AM ഷാനി, DCC പ്രസിഡന്റ് P രാജേന്ദ്രപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. അഞ്ചലിൽ വാഹനാപകടം.
സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിന്റെ പിന്നിൽ കാർ ഇടിച്ചു കയറിയായിരുന്നു അപകടം. സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. സിഗ്നലിൽ നിർത്തിയേക്കുമായിരുന്നു തവേരയും ഈ സ്കൂട്ടിയും. അതിൻ്റെ പിറകിൽ കൂടെ ഒരു കാറ് വന്ന് ഇടിച്ചു ഒന്ന് പോയി. അപ്പോൾ ഡ്രൈവർ ഉറങ്ങിപ്പോയെന്നാണ് പറയുന്നത്. എന്തായാലും ഈ സ്കൂട്ടിയിൽ ഇരുന്നയാൾ തെറിച്ച് പോയി ആ കാറിൽ വീണ് അതിൻ്റെ ഗ്ലാസ് ചിരന്തി വരാനൊക്കെ ഇരിപ്പുണ്ട്. ആ വണ്ടി ഇപ്പോൾ സ്റ്റേഷനിലോട്ട് എടുത്തിട്ടുണ്ട്. അഞ്ചൽ ബൈപ്പാസിൽ ട്രാഫിക് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിന്റെ പിന്നിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും കാറിന്റെ മുൻവശം ഭാഗികമായും തകർന്നു. അപകടത്തിൽ പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനായ അഞ്ചൽ സ്വദേശിയെ പോലീസും നാട്ടുകാരും ചേർന്ന് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫ്രണ്ടിൽ പോയി ടവേര വാഹനം ചവിട്ടി നിർത്തി. അതിന്റെ പുറകെ ഈ സ്കൂട്ടർ വന്ന് നിന്നു. ഒരാള് ആ സ്കൂട്ടറിന്റെ പുറകെ ഒരു കാർ ബ്രേക്ക് പോലും ചവിട്ടിയിട്ടില്ല. അയാൾ ഉറങ്ങിപ്പോയെന്ന് പറയുന്നത്. വന്ന് ഈ സ്കൂട്ടറിൽ ഇടിച്ചു. സ്കൂട്ടർ പോയിട്ട് രണ്ട് വാഹനത്തിന്റെ ഇടയ്ക്ക് ഞെരുങ്ങിപ്പോയി. ഇതാ സംഭവിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ പുള്ളി തെറിച്ച് പുറകെ വന്ന വണ്ടിയുടെ ഗ്ലാസ്സിൽ വീണതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പുള്ളി ഇപ്പോൾ പനയഞ്ചേരി ഭാഗത്തെ ട്രാഫിക് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിന്റെ പിൻവശത്തേക്കാണ് കാർ ഇടിച്ചു കയറിയത്. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് സൂചന. അഞ്ചൽ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് RPL AITUC യൂണിയന്റെ നേതൃത്വത്തിൽ ഹെഡ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ശമ്പള വർധനവ്, ഗ്രാറ്റുവിറ്റി തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. RPL AITUC യൂണിയന്റെ നേതൃത്വത്തിലാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹെഡ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. കാർഷിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക, ശമ്പള വർധനവ് നടപ്പാക്കുക, ഇടക്കാലാശ്വാസമായി 100 രൂപ നൽകുക, ഗ്രാറ്റുവിറ്റി 1 മാസത്തെ ശമ്പളം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. AITUC കൊല്ലം ജില്ലാ സെക്രട്ടറി G. ബാബു ഉദ്ഘാടനം ചെയ്തു. ഒരു മാസത്തെ ഗ്രാറ്റുവിറ്റി തുക 30 ദിവസത്തെ ശമ്പളത്തിന് തുല്യമായ തുക വേണം. ഒരു മാസത്തെ ശമ്പളമല്ല നമ്മൾ പറയുന്നത്, 30 ദിവസത്തെ ശമ്പളത്തിന് തുല്യമായ തുകയാണ് ഗ്രാറ്റുവിറ്റി ഇനത്തിൽ തരേണ്ടതെന്നാണ് നമ്മൾ ഡിമാൻഡ് ചെയ്തിട്ടുള്ളത്. പലയിടത്തും പലതാണ്. കശുവണ്ടി രംഗത്താണെങ്കിൽ 7 ദിവസവും 15 ദിവസവുമാണ് കൊടുക്കുന്നത്. അത് 30 ദിവസം ആക്കണമെന്ന് പറഞ്ഞുള്ള പ്രത്യേകമായ സമരങ്ങൾ നടത്തിയത്. നിങ്ങൾക്കിവിടെ എന്തായാലും 20% കിട്ടുന്നത് വളരെ ഇതാണ്. 20 ദിവസത്തെ ശമ്പളം കിട്ടുന്നത് അത് വർദ്ധിപ്പിക്കണം. ഇവിടെ അജയ് പ്രസാദ് സഭ പറഞ്ഞതുപോലെ ഓരോ വർഷം ഓരോ ദിവസം കൂട്ടിയാൽ മതി. 5 വർഷം കൊണ്ട് 5 ദിവസത്തെയും കൂടെ കൂടും. അതിന് പോലും തയ്യാറാകാതെ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ഒരു ഗവൺമെൻറ്റായി ഇവർ പോകാതെ തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറാവണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. RPL യൂണിയൻ ജനറൽ സെക്രട്ടറി C. അജയ് പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പ്ലാന്റേഷൻ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി H. രാജീവൻ, ജോബോയ് പെരേര, വി. രാജൻ, രമേശ്, കലാദേവി, തമിഴ് സെൽവൻ, ചിത്രരാജ്, മുരുകയ്യ, ജ്യോതി, രാജ്ലാൽ, അക്ഷയ്, ഷിജു, സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 3 ആവശ്യങ്ങൾ ഞങ്ങൾ പ്രധാനമായും ഈ മാനേജ്മെൻറ്റിന് മുമ്പിലും അതുപോലെ കേരളത്തിലെ നമ്മളെല്ലാവരും കൂടി പടുത്തുയർത്തിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളുടെ മുന്നിലും നമ്മൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് കാഷ്വൽ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക. ഈ ഇരിക്കുന്നതിൽ ധാരാളം കാഷ്വൽ തൊഴിലാളികളുണ്ട്. കഴിഞ്ഞ 20 വർഷക്കാലമായി റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷനിൽ പണിയെടുക്കുന്ന കാഷ്വലായി പണിയെടുക്കുന്ന തൊഴിലാളികൾ 275 പേരാണ്. 1ഉം 2ഉം അല്ല, 275ഓളം വരുന്ന കാഷ്വൽ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്നുള്ള ആവശ്യം ഈ കാഷ്വൽ തൊഴിലാളികളെ അപ്പോയിൻമെൻറ്റ് ചെയ്ത കാലം മുതലേ മാനേജ്മെൻറ്റുകളോടും മാറി മാറി വരുന്ന കേരളത്തിലെ ഗവൺമെൻറ്റുകളോടും AITUC അടക്കമുള്ള ട്രേഡ് യൂണിയൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സംസ്ഥാന ബജറ്റിൽ കണ്ണനല്ലൂരിൽ വ്യാപാര സമുച്ചയത്തിന് 1 കോടി രൂപ വകയിരുത്തി. കുണ്ടറ, നെടുമ്പായിക്കുളം റെയിൽവേ ഗേറ്റ്, മുക്കട റെയിൽവേ ഗേറ്റ് നിർമ്മാണത്തിനും 1 കോടി രൂപ വകയിരുത്തി. ഇളമ്പള്ളൂർ, കൊറ്റങ്കര എന്നിവിടങ്ങളിൽ കളിസ്ഥലങ്ങൾ സ്ഥാപിക്കാനും ബജറ്റിൽ നിർദ്ദേശമുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളെ ഒരിടത്ത് വിന്യസിപ്പിക്കുക എന്ന ആശയത്തിന്റെ ഭാഗമായാണ് കണ്ണനല്ലൂരിൽ വ്യാപാര സമുച്ചയം പദ്ധതി നടപ്പാക്കുന്നത്. നിലവിലെ സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഇതിന് 1 കോടി രൂപ വകയിരുത്തിയതായി PC വിഷ്ണുനാഥ് MLA അറിയിച്ചു. കണ്ണനല്ലൂർ വികസനത്തിന്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കലിലൂടെ വ്യാപാര സ്ഥാപനങ്ങൾ പലയിടത്തായി മാറിപ്പോകേണ്ടി വരുന്ന സാഹചര്യവും പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പല സ്ഥലങ്ങളിൽ പോകേണ്ട സാഹചര്യവും കണക്കിലെടുത്താണ് വ്യാപാര സമുച്ചയം നിർമ്മിക്കുന്നത്. കുണ്ടറ മണ്ഡലത്തിലെ 7 പദ്ധതികൾക്കായാണ് ബജറ്റിൽ തുക വരുത്തിയിട്ടുള്ളത്. KSTP 2ാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള കുട്ടിയം, കുണ്ടറ, കൊല്ലം, ആയൂർ എന്നീ റോഡുകൾ ഉൾപ്പെടെ
വിവിധ നിയോജകമണ്ഡലങ്ങളിലെ വിവിധ റോഡുകളെ ഉൾപ്പെടുത്തി 100 കോടി രൂപയുടെ ഒറ്റ പാക്കേജായി ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇളമ്പള്ളൂർ, കൊറ്റങ്കര പഞ്ചായത്ത് പ്രദേശങ്ങളിൽ കളിസ്ഥലങ്ങൾ സ്ഥാപിക്കും. നെടുമ്പന ഗ്രാമപഞ്ചായത്തിലെ 12, 13 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന പള്ളിമൺ, നീലംതാഴം, കുണ്ടുമൺ ഭാഗത്തേക്കുള്ള പാലം നിർമ്മിക്കുന്നതിനും കുണ്ടറ നെടുമ്പായിക്കുളം റെയിൽവേ ഗേറ്റ്, മുക്കട റെയിൽവേ ഗേറ്റ് സമാന്തര റോഡ് നിർമ്മിക്കുന്നതിനുമായി ഓരോ കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ടെന്നും MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ഓച്ചിറ ഞക്കനാൽ വി പൊന്നപ്പനാചാരി ഗ്രന്ഥശാലയുടെ വാർഷികം ഫെബ്രുവരി 1 നടക്കും. കവിയരങ്ങ്, സാഹിത്യ പുരസ്കാര ദാനം എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൃഷ്ണപുരം ഞക്കനാൽ വി പൊന്നപ്പനാചാരി ഗ്രന്ഥശാലയുടെ 3ാമത് വാർഷികമാണ് ഫെബ്രുവരി 1 നടക്കുന്നത്. ഓച്ചിറ വി പൊന്നപ്പനാചാരി സാഹിത്യ പുരസ്കാര ദാനം, പുസ്തക പ്രകാശനം, ആദരം, അനുമോദനം എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നിരവധി ആളുകൾ നോവലും കഥാസമാഹാരവും കവിതാ സമാഹാരവും നമുക്ക് അയച്ചു കിട്ടിയിട്ടുണ്ട്. ജഡ്ജിംഗ് പാനൽ വളരെ ബുദ്ധിമുട്ടിയാണ് വിജയികളെ പ്രഖ്യാപിച്ചത്. ഇന്നത്തെ നോവലിന് MP ജനാർദ്ദനൻ മഞ്ചേരി അവറുകൾ പരുമലയൻ എന്ന നോവലിനാണ് പൊന്നപ്പനാചാരി സാഹിത്യ പുരസ്കാരം അർഹനായത്. കവിതാ സമാഹാരത്തിന് ശ്രീ സുദീപ് P. ജോർജ് കവിതാ സമാഹാരത്തിനും ഡോക്ടർ ദിവ്യ L. വൃക്ഷമനുഷ്യൻ എന്ന കവിതാ സമാഹാരത്തിനുമാണ് സാഹിത്യ പുരസ്കാരം ഇപ്രാവശ്യം വിജയികളായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വി പൊന്നപ്പനാചാരി സാഹിത്യ സ്പെഷ്യൽ ജൂറി പുരസ്കാരം 4 വ്യക്തികൾക്ക് നമ്മൾ നൽകുന്നുണ്ട്. കവിതാ സമാഹാരത്തിന് സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിക്കുന്നത് ശ്രീ അഹമ്മദ് ഖാൻ, കവിതാ സമാഹാരത്തിന് പ്രേംരാജ്, അതുപോലെ തന്നെ നോവലിന് അഡ്വക്കേറ്റ് നസീറ, അതുപോലെ കവിതാ സമാഹാരത്തിന് പ്രിയ ജോസഫ് എന്നീ വ്യക്തികൾ കൂടി സ്പെഷ്യൽ ജൂറി പുരസ്കാരം കൂടി നൽകിയാണ് നമ്മൾ ഈ പരിപാടി. ഓച്ചിറ ഞക്കനാൽ ലയൺസ് ക്ലബ്ബ് ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഉദ്ഘാടനവും പുരസ്കാരദാനവും CR മഹേഷ് MLA നിർവഹിക്കും. S. ശിവപ്രസാദ് അധ്യക്ഷത വഹിക്കും. ജനപ്രതിനിധികൾ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങിയവർ വാർഷികാഘോഷ പരിപാടികളിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ഓച്ചിറയിൽ ഉദ്യാന നഗരം പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച ചെടികൾ മോഷ്ടിക്കുന്നതായി പരാതി. ചെടികൾ മോഷ്ടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിൽ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് വിവിധ പ്രദേശങ്ങളിൽ പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. ഓച്ചിറ ടൗണിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വില കൂടിയ ഇത്തരത്തിലുള്ള ചെടികൾ മോഷണം പോകുന്നതായാണ് പരാതി ഉയർന്നിട്ടുള്ളത്. രാത്രികാലങ്ങളിൽ ചെടികൾ പിഴുതുകൊണ്ട് പോകുന്നത് CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ചെടികൾ മോഷണം പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതരും പറഞ്ഞു. ഇക്കാര്യത്തിൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. കൃഷ്ണകുമാർ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഉദ്യാന നഗരം പദ്ധതി ഓച്ചിറയിൽ നടപ്പാക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ഹൈമാസ്റ്റ് ലൈറ്റിൽ കുരുങ്ങിയ പരുന്തിന് രക്ഷകരായി റെയിൽവേ സ്റ്റേഷനിലെ ഇലക്ട്രിക്കൽ പവർ വിഭാഗം ജീവനക്കാരും അഗ്നിരക്ഷാസേനയും. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ RRI ക്യാബിന് സമീപത്തെ ലൈറ്റിലാണ് പരുന്ത് കുരുങ്ങിയത്. രക്ഷപ്പെടുത്തിയ പരുന്തിനെ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം വനം വകുപ്പിന് കൈമാറി. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. കൊല്ലം റെയിൽവേ ജംഗ്ഷനിലെ RRI ക്യാബിനടുത്തായി ഹൈമാസ്റ്റ് ലൈറ്റിലാണ് പരുന്ത് തലകീഴായി കുരുങ്ങിക്കിടന്നത്. പരുന്തിന് രക്ഷകരായി മാറിയതാകട്ടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ ഇലക്ട്രിക്കൽ പവർ വിഭാഗത്തിലെ ജീവനക്കാരും അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരുമാണ്. കൊല്ലം ഇലക്ട്രിക്കൽ പവർ വിഭാഗത്തിലെ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ഉഷാ ശർമ്മയുടെ നിർദ്ദേശത്തെ തുടർന്ന് ജീവനക്കാരായ ജോയി, ഷാൻ, ബിനിയ, അഖിൽ എന്നിവരും അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും ചേർന്നാണ് പരുന്തിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. ഇരു കാലുകൾക്കും പരിക്കേറ്റ നിലയിലായിരുന്നു പരുന്ത്. രക്ഷപ്പെടുത്തിയ പരുന്തിനെ ഓലയിലുള്ള ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിലെത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകിയതിനു ശേഷം വനം വന്യജീവി വകുപ്പിന് കൈമാറി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. LDF-ൽ നിന്ന് 2 പേർ UDF-ൽ ചേർന്നു. ചാനൽ ചർച്ചകളുടെ ഭാഗമായിരുന്ന CPIM-ലെ BN ഹസ്കർ, CPI നേതാവ് മുസ്തഫ എന്നിവരാണ് RSP-ൽ ചേർന്നത്. ചവറയിലെ ബേബി ജോൺ അനുസ്മരണ പരിപാടിയിലാണ് ഇരുവരും RSP-ൽ ചേർന്നത്. കൊല്ലത്തെ 2 LDF നേതാക്കളാണ് UDF-ലെത്തിയത്. ഇടത് നിരീക്ഷകൻ എന്ന നിലയിൽ ചാനൽ ചർച്ചകളിൽ സജീവമായിരുന്ന CPM-ലെ BN ഹസ്കർ
മുതിർന്ന CPI നേതാവ് A. മുസ്തഫ എന്നിവരാണ് RSPയിൽ ചേർന്നത്. ചവറയിൽ നടന്ന ബേബി ജോൺ അനുസ്മരണ സമ്മേളനത്തിൽ ഇരുവരും RSPയിൽ ചേരുകയായിരുന്നു. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു UDF പ്രവേശം. മുഖ്യമന്ത്രി പിണറായി വിജയനെ ചാനൽ ചർച്ചയിൽ വിമർശിച്ചതിനെ തുടർന്ന് CPM വിലക്ക് നേരിട്ട BN ഹസ്കർ RSPയിലേക്ക് പോകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി ഔദ്യോഗിക കാറിൽ കയറ്റിയതിനെയാണ് ചാനൽ ചർച്ചയിൽ ഹസ്കർ വിമർശിച്ചത്. കേരളത്തിലെ ഇടതുപക്ഷം അതിന്റെ ജീർണതയുടെ പരമകോടിയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ടും 36 കൊല്ലം പാർട്ടിക്കൊപ്പം നടക്കുകയും പാർട്ടിയായി ശ്വസിക്കുകയും ചെയ്തിരുന്ന ഞാൻ എന്റെ പാർട്ടിയെ വിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടം തൊട്ട് കൃത്യമായി ഇടതുപക്ഷ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക്, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സൈദ്ധാന്തിക വശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കടക്കണം എന്ന ഉദ്ദേശത്തിൽ ഇന്ന് ഇടതുപക്ഷത്തിന്റെ ജീർണതകൾക്കെതിരെ പോരാടുന്നതിനു വേണ്ടി ഇടതുപക്ഷ മൂല്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഞാൻ RSPയിലേക്ക് ചേർന്നിരിക്കുന്നു. ഇടതുപക്ഷം കേരളത്തിൽ ജീവിച്ചിരിക്കണമെങ്കിൽ, ആ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ഉണ്ടാവണമെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തണമെന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ കേരളത്തിന്റെ ഭരണകൂടത്തിന്റെ മേലെ ഒരു അധികാരവർഗം ഉയർന്നു വന്നിരിക്കുന്നു. ആ പുതിയ വർഗമാണ് ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷത്തെയും CPMനെയും ജീർണിപ്പിച്ചത് എന്നുള്ളത് കൊണ്ട്, ആ ജീർണതയുടെ ദുർഗന്ധം ഇനി ശ്വസിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ആ പാർട്ടി വിട്ട് RSPയിലേക്ക് എത്തുന്നതിനുള്ള തീരുമാനം. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും LDF ചടയമംഗലം നിയോജകമണ്ഡലം കൺവീനർ, ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള നേതാവാണ് A. മുസ്തഫ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ചടയമംഗലത്ത് മുസ്തഫ സ്ഥാനാർത്ഥിയാകുമെന്ന നിലയിൽ ചർച്ചകൾ നടന്നിരുന്നു. 20 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിലെ 4 മണ്ഡലങ്ങളിലും അതുമായി ബന്ധപ്പെട്ട സംഘടനാപരമായ ആലോചനകൾ വിവിധ തലങ്ങളിൽ നടത്തി അക്കാര്യത്തിൽ തയ്യാറാക്കിയ പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട തീരുമാനത്തിന് സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ മുമ്പിൽ പോയി. 2016 അനുഭവം ഞാൻ പറഞ്ഞു, ഒരു പ്രതിഷേധവും എനിക്കുണ്ടായിരുന്നില്ല. ദൗർഭാഗ്യവശാൽ 3 മണ്ഡലങ്ങളിലെ കരുനാഗപ്പള്ളിയിൽ R. രാമേന്ദ്രൻ, ചാത്തന്നൂരിൽ GS ജയലാൽ, പുനലൂരിൽ PS സുബാൻ ആ പ്രപ്പോസലിൽ നിന്നും 3 അംഗീകരിച്ചു. ചടയമംഗലം ഫ്രീസറിൽ വെച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സഖാവ് റെസ്റ്റ് ഹൗസിൽ വരെ ഒന്ന് വരണം. എന്റെ സെക്രട്ടറി അല്ലേ വിളിക്കുന്നത് എന്ന് കരുതി ഞാൻ റെസ്റ്റ് ഹൗസിൽ ചെല്ലുമ്പോ സഖാവ് കാനൻ രാജേന്ദ്രനും സഖാവ് പന്ന്യൻ രവീന്ദ്രനും ആ റൂമിലുണ്ട്. അഭിമാനത്തോടെ കയറിയിരുന്നു. എന്നോട് പറഞ്ഞു, സഖാവ് മുസ്തഫ, ആ ജില്ലയിൽ 4 സീറ്റുകളുണ്ട്, നമുക്കൊരു വനിതയെ മത്സരിപ്പിച്ചല്ലേ കഴിയൂ. ഞാൻ പറഞ്ഞാൽ എന്താ സാധ്യ കുഴപ്പം? അത് വിജയസാധ്യതയുടെ അടിസ്ഥാനത്തിൽ ചടയമംഗലത്ത് നിന്നും നമുക്ക് ആ വനിതയെ നിർത്തി വിജയിപ്പിക്കും. ഞാൻ ചോദിച്ചു, സഖാവേ, ഇത് 4 നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ആ വിജയസാധ്യതയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പുനലൂരിൽ നിന്ന് നിർത്തി മത്സരിപ്പിക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? 2 തവണ അയാൾ പൂർത്തിയായില്ലേ? 3ാമത്തെ തവണ വീണ്ടും മത്സരിക്കാനല്ലേ ഇപ്പോൾ നിർദ്ദേശിച്ചു. പോട്ടെ, കരുനാഗപ്പള്ളി രാമേന്ദ്ര സാഹു ഒരു തവണയും മത്സരിച്ചു. GS ജയലാലിന്റെ ചാത്തന്നൂരിൽ നിന്നായിക്കൂടെ? ഇതൊന്നും ആ രീതിയിൽ പരിഗണിക്കാം. എങ്ങനെ എന്നെ ഒഴിവാക്കാം? ഞാൻ MLA ആകാൻ വേണ്ടി ജനിച്ചയാളല്ല. ഞാൻ വെറും ഒരു സാധാരണക്കാരായ പ്രവർത്തകനാണ്. ന്യൂസ് ബ്യൂറോ, ചവറ. കരുനാഗപ്പള്ളി UPG സ്കൂളിൽ പ്രതിഭാ പുരസ്കാരവും ആദരവും സംഘടിപ്പിച്ചു. സ്കൂളിന് മികച്ച സംഭാവനകൾ നൽകിയ അധ്യാപകർ, പൂർവ്വ അധ്യാപകർ, ജീവനക്കാർ എന്നിവരെയാണ് ആദരിച്ചത്. കരുനാഗപ്പള്ളി UPG സ്കൂളിലാണ് പ്രതിഭാ പുരസ്കാരവും ആദരവും സംഘടിപ്പിച്ചത്. 2025-26 അധ്യയന വർഷത്തിൽ സ്കൂളിന്റെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കും സ്കൂളിന്റെ ഭൗതിക അടിസ്ഥാന ആവശ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വിലമതിക്കാനാകാത്ത സംഭാവനകൾ നൽകിയ അധ്യാപകർ, പൂർവാധ്യാപകർ, മികച്ച സേവനം കാഴ്ചവെച്ച ജീവനക്കാർ എന്നിവരെയാണ് ആദരിച്ചത്. നഗരസഭാ ചെയർമാൻ P. സോമരാജൻ ഉദ്ഘാടനം ചെയ്തു. ഒരു 3 തലമുറ മുമ്പേ ഉള്ള ആളുകൾ പഠിച്ച സ്കൂളാണ്. ആ സ്കൂളിലാണ് നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു സർക്കാർ വിദ്യാലയം ഇവിടെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അതായത് നിങ്ങളുടെ മുതുമുത്തശ്ശന്മാരും മുതുമുത്തശ്ശിമാരുടെ അനുഗ്രഹം നിലനിൽക്കുന്ന ഒരു സ്കൂളാണ്. നിങ്ങൾ അവർക്ക് നൽകേണ്ടത്, നിങ്ങൾ നല്ല വിദ്യ അഭ്യസിക്കുക, സമൂഹത്തിൽ നല്ല ആളുകളായി വളർന്നു വരിക, നല്ലൊരു
ജീവിക്കാൻ ഉതകുന്ന തരത്തിലൊരു ഉദ്യോഗം വാങ്ങിച്ച് സമൂഹത്തിൽ നല്ല ജീവിതം നയിച്ച് കാണിക്കുക എന്നാണ് നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാനൊക്കുന്നത്. അതുപോലെ തന്നെ ടീച്ചർ പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അധ്യാപകരും റിട്ടയർ ചെയ്ത അധ്യാപകരും ഈ സ്കൂളിൽ കയറ്റി ചെയ്യുന്ന നല്ല സേവനങ്ങൾ, മതിൽ പതുക്കി പണിയുക, ഗേറ്റ് പണിഞ്ഞു കൊടുക്കുക, കിണറിറച്ചു കൊടുക്കുക, അങ്ങനെ ഒരു സ്കൂളിനുള്ള അപര്യാപ്തതകൾ എന്തൊക്കെയാണോ, സൗകര്യക്കുറവ് എന്തൊക്കെയാണോ അതൊക്കെ നോക്കി ഭാവിയിൽ നിങ്ങളും വലുതായി വരുമ്പോൾ, നിങ്ങളും ഉയർന്ന ഉദ്യോഗത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ സ്കൂളിന് വേണ്ടി നിങ്ങളും ചെയ്യാൻ തൽപരരാകണം എന്നുകൂടിയാണ് ഇത്തരം സമ്മേളനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. SMC ചെയർമാൻ അലക്സ് ജോർജ് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ ഗിരീഷ് കുമാർ ശാസ്ത്ര പ്രതിഭാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പ്രഥമാധ്യാപിക SI ജമീല, SMC വൈസ് ചെയർമാൻ ജയപ്രഭാത്, P പ്രീത, V നിത, പ്രമീള തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. പിണറായി സഞ്ചരിക്കുന്നത് തീവ്ര വലതുപക്ഷ പാതയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന മോദിയുടെ പാതയിലാണ് കേരളത്തിലെ ഇടതുപക്ഷം സഞ്ചരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM ന്യൂനപക്ഷ പ്രീണനം നടത്തിയെന്നും VD സതീശൻ. LDF-ൽ നിന്നും 2 പേർ UDF-ൽ. ചാനൽ ചർച്ചകളുടെ ഭാഗമായിരുന്ന CPIM-ലെ VN ഹസ്കർ, CPI നേതാവ് മുസ്തഫ എന്നിവരാണ് RSP-യിൽ ചേർന്നത്. സംസ്ഥാന ബജറ്റിൽ കുണ്ടറ കണ്ണനല്ലൂരിൽ വ്യാപാര സമുച്ചയത്തിന് 1 കോടി. നെടുമ്പായിക്കുളം റെയിൽവേ ഗേറ്റ്, മുക്കട റെയിൽവേ ഗേറ്റ് സമാന്തര റോഡ് നിർമ്മാണത്തിനും 1 കോടി. ഇളമ്പള്ളൂർ, കൊറ്റങ്കര എന്നിവിടങ്ങളിൽ കളിസ്ഥലങ്ങൾ സ്ഥാപിക്കും. ഓച്ചിറയിലെ ഉദ്യാന നഗരം പദ്ധതി. ടൗണിൽ പാതയോരത്ത് സ്ഥാപിച്ച ചെടികൾ മോഷ്ടിക്കുന്നതായി പരാതി. CCTV ദൃശ്യങ്ങൾ പുറത്ത്. സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.